നമസ്തേ. എല്ലാവർക്കും ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവോണം വന്നെത്തി. ഈ വർഷത്തെ തിരുവോണം 2024 സെപ്റ്റംബർ 15 തീയതിയാണ്. ഈ തിരുവോണം നാൾ മുതൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ഇവർ ഏറെ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയുവാനും മനസ്സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാകുവാനുമുള്ള യോഗം കാണുന്നു. ഭാഗ്യക്കുറികൾ പോലെ ഭാഗ്യത്തിൽ തന്നെ വരാനുള്ള യോഗവും ഇവർക്കുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്കും തിരുവോണം നാൾ മുതൽ ഇവർക്ക് അനുകൂല സമയമാണ്. അടുത്തതായി നേട്ടമുണ്ടാക്കുന്ന നക്ഷത്രമാണ് രോഹിണി. രോഹിണിക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ഉയർച്ചയാണ് വരാൻ പോകുന്നത്. തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ധനം തിരികെ കിട്ടാൻ യോഗമുണ്ട്. കുറേ നാളുകളായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളും മാനസിക ക്ലേശങ്ങളും നീങ്ങുവാനുള്ള യോഗം കാണുന്നു. മനസ്സിൽ പോസിറ്റീവായ പല ചിന്തകളും ഉടലെടുക്കുവാനും അത് പ്രവൃത്തിയിൽ വരുത്തുവാനും ഇവർക്ക് സാധിക്കും. അടുത്തതായി നേട്ടമുണ്ടാക്കുന്ന നക്ഷത്രമാണ് പുണർതം. പുണർത്തക്കാർക്ക് ആശ്വസിക്കാവുന്ന സമയമാണ് ഓണം നാൾ മുതൽ വരുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അതിൽ നിന്ന് ലാഭം ലഭിക്കുവാനും യോഗം കാണുന്നു. ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങളും അംഗീകാരവും ഇവർക്ക് ലഭിക്കും. പുണർത്തുന്ന ആളുകാർക്ക് പിതാവിൻ്റെ സ്വത്തോ ധനമോ ലഭിക്കുവാനുള്ള സമയമാണ്. ഭൂമി വാങ്ങുവാനുള്ള യോഗം കാണുന്നു. ഗൃഹനിർമ്മാണത്തിന് ആരംഭിക്കുവാൻ അനുയോജ്യമായ സമയമാണ്. അടുത്തതായി അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന തിരുവോണം മുതൽ എങ്ങനെയാണെന്ന് നോക്കാം. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകേണ്ട സമയമാണ് അത്തം നാളുകാർക്ക്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കാലഘട്ടമാണ് ഇവർക്ക് കഴിഞ്ഞു പോയത്. എന്നാൽ ഓണം മുതൽ ഇതിന് മാറ്റം വരാൻ പോകുകയാണ്. ജോലിയിൽ ശമ്പള വർധനവും ബിസിനസ്സിൽ സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും. കൊടുത്ത ധനം തിരികെ കിട്ടുവാനും യോഗം കാണുന്നു. ഭാഗ്യത്താൽ ഇവർക്ക് ധനം വന്നു ചേരും. കുടുംബക്കാരുടെ സഹായം ഇവർക്ക് ഉണ്ടാകും. അടുത്തതായി സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന നാളാണ് തൃക്കേട്ടുക. ഇവർക്ക് ദൈവാനുഗ്രഹം വേണ്ടുവോളമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പല വഴികളിലും ധനലാഭം ഇവർക്കുണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും. ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുവാനും അതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാകുവാനും യോഗം കാണുന്നു. സന്താനങ്ങൾ വഴിയും ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകേണ്ട സമയം കൂടിയാണ് തൃക്കേട്ട നാളുകാർക്ക്. അടുത്തതായി നേട്ടമുണ്ടാക്കുന്ന നക്ഷത്രമാണ് ഉത്രാടം. ഉത്രാടക്കാർക്ക് കർമ്മപരമായ ഉയർച്ച ഉണ്ടാകുവാനും അതുവഴി സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുവാനുമുള്ള യോഗം കാണുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് പൊതുവായുള്ള ഫലങ്ങളാണ്. ജാതകത്തിലെ ദശാപഹാരങ്ങൾ അനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാകാം.